സങ്കീർത്തനങ്ങൾ 51 അധ്യായം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എൻ്റെ അന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുതാക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നെടുക്കിയമരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സിറക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കലേക്ക് മനം തിരിയും. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിൻ്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിൻ്റെ സ്തുതികളെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറുങ്ങിയിരിക്കുമെന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. സങ്കീർത്തനം 52 അധ്യായം. വീരാ, നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്ന എന്ത്? ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു. ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു. നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു. നീ വഞ്ചനനാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു. ദൈവം നിന്നെയും എന്നെയും നശിപ്പിക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് നിന്നെ നിർമൂലമാക്കും. നീതിമാന്മാർ കണ്ട് ഭയപ്പെടും. അവർ അവനെ ചൊല്ലി ചിരിക്കും. ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. നിന്റെ ഭക്തന്മാരുടെ മുമ്പാകെ അത് നല്ലതല്ലോ. സങ്കീർത്തനം 53 അധ്യായം. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മേച്ചമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയമുണ്ടായി. നിന്റെ നേരെ പാളയമിറങ്ങിയവൻ്റെ അസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലോ. ദൈവം അവരെ തള്ളിക്കളഞ്ഞത് കൊണ്ട് നീ അവരെ ലജ്ജിപ്പിച്ചു. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സങ്കീർത്തനം 54 അധ്യായം. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു.
ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. എൻ്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. സങ്കീർത്തനം 55 ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ. എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞെരുങ്ങുന്നു. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു. കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു. പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതേ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ചു, മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാനൊരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. കർത്താവെ, സംഹരിച്ച് അവരുടെ നാവുകളെ ചിന്തിക്കണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. രാവും പകലും അവർ അതിൻ്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു. നീതികേടും കഷ്ടവും അതിന് അകത്തുണ്ട്. ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട്. ചതിവും വഞ്ചനയും അതിൻ്റെ വീഥികളെ വിട്ടുമാറുന്നതുമില്ല. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല. അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പായിക്കുന്നവനല്ല. അങ്ങനെയെങ്കിൽ ഞാൻ മറിഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ. അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ദൈവം കേട്ട് അവർക്ക് ഉത്തരമരുളും. പുരാതനമേ, സിംഹാസനസ്ഥനായവൻ തന്നെ. അവർക്ക് മാനസാന്തരമില്ല. അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല. തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്തു. തൻ്റെ സഖ്യത അവൻ ലംഘിച്ചുമിരിക്കുന്നു. അവൻ്റെ വായ് വെണ്ണ പോലെ മൃദുവായത്, ഹൃദയത്തിലോ യുദ്ധമത്രേ. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകൾ ആയിരുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും വഞ്ചനയും ഉള്ളവർ ആയുസ്സിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല. ഞാനോ നിന്നിൽ ആശ്രയിക്കും. സങ്കീർത്തനം 56 ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കൂട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. എൻ്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എൻ്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ, നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴ്ത്തും. ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തെ പുകഴ്ത്തും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. സങ്കീർത്തനം 57 ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം
ഞാൻ നിന്റെ ചെറിയ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത്യന്തനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തൻ്റെ ദയയും വിശ്വസ്തയും അയക്കുന്നു. എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങൾ നാവും മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. അവർ നിന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു. എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ മുന്നിൽ ഒരു കുഴി കുഴിച്ചു. അവർ അതിൽ തന്നെ വീണു. എൻ്റെ മനസ്സ് ഉറച്ചിരുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവരെ ഉണരുവിൻ. ഞാൻ അധികാലത്തെ ഉണരും. കർത്താവെ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലുതല്ലയോ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. സങ്കീർത്തനം 58 ദേവന്മാരെ, നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ? മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ? നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു. ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കുന്നു. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിത്തീരുന്നു. അവർ ജന്മം മുതൽ ബോക്ഷ പറഞ്ഞ് തെറ്റി നടക്കുന്നു. അവരുടെ വിഷം സർപ്പവിഷം പോലെ, അവർ ചെവി അടഞ്ഞ പൊട്ടയണഞ്ഞ പോലെയാകുന്നു. എൻ്റെ സാമർത്ഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്കത് കേൾക്കില്ല. ദൈവമേ, അവരുടെ വായിലെ പല്ലുകളെ തകർക്കണമേ. യഹോവേ, ബാലസിംഹങ്ങളുടെ അണപ്പല്ലുകളെ തകർത്ത് കളയണമേ. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അവർ ഉരുകിപ്പോകട്ടെ. അവൻ തൻ്റെ അമ്പുകളെ തൊടുക്കുമ്പോൾ അവ ഒടിഞ്ഞു പോയതുപോലെ ആകട്ടെ. അലിഞ്ഞു പോകുന്ന അച്ചുപോലെ അവനാകട്ടെ. ഗർഭം അലസിപ്പോയ സ്ത്രീയെ പ്രജയെപ്പോലെ അവൻ സൂര്യൻ കാണാതായിരിക്കട്ടെ. നിങ്ങളുടെ കാലങ്ങൾക്ക് മുൾത്തീ തട്ടും മുമ്പേ പച്ചയും വെന്തവുമെല്ലാം ഒരുപോലെ അവൻ ചുഴലിക്കാറ്റിനാൽ പാറ്റിക്കളയും. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. അവൻ തൻ്റെ കാലുകളെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. സങ്കീർത്തനം 59 എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നെ വിടുവിക്കണമേ. എന്നോട് എതിർക്കുന്നവരുടെ വശത്ത് നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. നീതിയായിട്ട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്നെ വിടുവിച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്നെ രക്ഷിക്കണമേ. ഇതാ, അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു. യഹോവേ, ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എൻ്റെ പാപം ഹേതുവായിട്ടുമല്ല. എൻ്റെ പക്കൽ അകൃത്യമില്ലാതെ അവർ ഓടിയൊരുങ്ങുന്നു. എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, സകല ജാതികളും സന്ദർശിക്കേണ്ടതിന് നീ ഉണരണമേ. നീതികെട്ട ദ്രോഹികളിൽ ആരോടും കൃപയുണ്ടാകരുതേ. സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു. നായെപ്പോലെ കുറിച്ചുകൊണ്ട് അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു. അവർ തങ്ങളുടെ വായ കൊണ്ട് ശകാരിക്കുന്നു. വാളുകൾ അവരുടെ അധരങ്ങളിലുണ്ട്. എങ്കിലും യഹോവേ, നീ ആർ കേൾക്കുമെന്ന് അവർ പറയുന്നു. എങ്കിലും യഹോവേ, നീ അവരെ ചൊല്ലിച്ചിരിക്കും. നീ സകല ജാതികളെയും പരിഹസിക്കും. എൻ്റെ ബലമായുള്ളോവേ, ഞാൻ നിന്നെ കാത്തിരിക്കും. ദൈവം എൻ്റെ ഗോപുരമാകുന്നു. എൻ്റെ ദൈവം തൻ്റെ ദയയാൽ എന്നെ എതിരേൽക്കും. ദൈവം എന്നെ എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും. അവരെ കൊന്നുകളയരുതേ. എൻ്റെ ജനം മറക്കാതിരിക്കേണ്ടത് തന്നെ. ഞങ്ങളുടെ പരിചയമായ കർത്താവേ, നിന്റെ ശക്തിയെ കണ്ട് അവരെ ഒഴിഞ്ഞുമാറാക്കി താഴ്ത്തണമേ. അവരുടെ വായിലെ പാവവും അധരങ്ങളിലെ വാക്കുകൾ നിമിത്തം അവർ പറയുന്ന ശാപവും ബോക്ഷ നിമിത്തവും അവർ തങ്ങളുടെ അഹങ്കാരത്തിൽ പിടിവിട്ടു പോകട്ടെ. കോപത്തോടെ അവരെ സംഹരിക്കണമേ. അവർ ഇല്ലാതാകുവണ്ണം അവരെ സംഹരിച്ചു കളയണമേ. ദൈവം യാക്കോബിൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അറ്റം വരെ അറിയുമാറാകട്ടെ. സന്ധ്യാസമയത്ത് അവർ മടങ്ങി വന്നു. നായെപ്പോലെ കുറിച്ചുകൊണ്ട് അവർ നഗരത്തിന് ചുറ്റും നടക്കുന്നു. അവർ ആഹാരത്തിനായി ഉഴന്നു നടന്നു. തൃപ്തിയില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു. ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും. അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. ബലമായുള്ളവേ, ഞാൻ നിനക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയുള്ള ദൈവവുമല്ലോ. സങ്കീർത്തനം
60-ാം അധ്യായം. ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു. നീ കോപിച്ചിരിക്കുന്നു. ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ. നീ നിന്റെ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു. അത് കുലുങ്ങിയാൽ അതിൻ്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ. നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിച്ചു. പരിഭ്രമത്തിൻ്റെ വീഞ്ഞ് നീ ഞങ്ങളെ കുടിപ്പിച്ചിരിക്കുന്നു. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്കൊരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം വരലണമേ. ദൈവമേ, തൻ്റെ വിശുദ്ധിയിൽ അരുളിച്ചെയ്തുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരെ അളക്കും. ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെയും എനിക്കുള്ളത്. എഫ്രയീം എൻ്റെ തലക്കോരികയും യെഹൂദ എൻ്റെ ചെങ്കോലുമാകുന്നു. മോവാബ് എനിക്ക് കഴിയുവാനുള്ള പട്ടക. ഏദോമിനെ ഞാൻ എൻ്റെ ചെരുപ്പെറിയും. ഫെലിസ്ത്യദേശമേ, നീ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. ഉറപ്പുള്ള നഗരത്തേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളോട് കൂടെ പുറപ്പെടുന്നതുമില്ല. വരികളുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. പാർക്കുമോ.